എനിക്ക് കുഴപ്പമൊന്നുമില്ല, മോള് ട്രോളിക്കോ ഒരു കുഴപ്പമില്ല. കാരണം മോള് കണ്ടന്റ് ആണ്, മോള് കല്യാണം കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നല്ല കാര്യമാണ്. മോള് ഇത് പ്രശ്നമാവും. ഇവിടെ ഒരു യുദ്ധം തുടങ്ങാം. എടാ കടയാടി, കുണ്ടേശേ, നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. കുണ്ടേശേ, എന്റെ ചെലവും കാര്യങ്ങളൊക്കെ നോക്കാൻ എന്റെ ഭർത്താവിനും എന്റെ അച്ഛനും അറിയാം. മനസ്സിലായില്ലേ? എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ചെലവിൽ എനിക്ക് എന്റെ ഇത് കഴിഞ്ഞു പോകണമെന്നൊന്നുമില്ല. അതല്ല നിനക്കും നിന്റെ ആശിക്കും വേർപ്പിന്റെ അസുഖമില്ല നിങ്ങൾക്കാണത്. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. ട്രോൾ ചെയ്ത് പ്രശ്നമില്ല നീ കുണ്ടം പറയുന്നുണ്ട്, ഇവൻ കൊണ്ടുപോയി കേസും കൊടുത്തിനോലു. വിട്ട് കളവർക്കിച്ച നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. കാര്യം പറ്റേ, ഞാൻ കൊറ്റങ്കുളെ വിളക്കെടുക്കാൻ വേണ്ടി പോയ സമയത്തും ഞാൻ ഹോർമോൺ ടാബ്ലറ്റും ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. മുഖം കണ്ടാലറിയാം ഒരു രക്തക്കുറവുണ്ട്. എന്റെ മനസ്സുണ്ട്, എനിക്ക് മറ്റൊരു ദൈവങ്ങളെ നിന്ദിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല. എനിക്ക് എന്റെ കൊറ്റത്തമ്മ സത്യം ഞാൻ പറയാണ്, എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ച കാര്യം എന്താണെന്നറിയോ, ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് അവിടെ പുരുഷ. ഇത് മറ്റേ എന്റെ ഭഗവതിയേ, എന്തൊരാളുകളാ ഭഗവാനെ. ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. പക്ഷെ ഞാൻ നോർമലി ഒരു പട്ടുപാടത്ത് പോയി, എന്നോട് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു അതെന്തോന്ന് സാധനം. നല്ലപോലെ എനിക്ക് നല്ല സപ്പോർട്ട് എനിക്ക് ആ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. കൊല്ലത്തെ ആൾക്കാരെ നല്ല സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഒരു പ്രശ്നവും ഇല്ല അതില്. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം അതൊന്നും അല്ലല്ലോ. എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്. ഓരെയൊക്കെ പറഞ്ഞോന്ന് ഈ കൊട്ടംകുളങ്ങര നാട്ടിലുള്ള ഈ ജാസി, അവിടെ ഉള്ളവർ നാട്ടുകാർ ജാസിയോട് മാപ്പ് പറഞ്ഞു എന്നൊക്കെയാണ് ജാസി പറയുന്നത്. എന്തിന്? അത് തന്നെയാണ് ഞാനും ആലോചിക്കണതേ. എനിക്ക് അതാണ് പിടിയിട്ടത്. അതെന്തായാലും പിടിച്ചവന് പിടികിട്ടി കാണും തന്നെ. പിന്നില്ലേ എന്താവശ്യത്തിന് നിങ്ങൾ മാപ്പ് പറഞ്ഞു? നിങ്ങൾ നാട്ടുകാര് കൊല്ലംകാരോടാണ് ഞാൻ ചോദിക്കുന്നത്. എന്തൊക്കെ ഇവര് വിളിച്ചു പറയുന്നത്? ഉള്ളതാണോ ഇതൊക്കെ? എനിക്കറിയില്ല. ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? നട്ടാ കുരുക്കഥ നുണകള് പറയല ഇവന്റെയൊക്കെ ഹോബി. കൊട്ടംകുളങ്ങര എന്റെ കൊട്ടംകുളങ്ങര അമ്മയാണ് സത്യം എന്നൊക്കെ പടച്ചോനൊക്കെ പോയി. അതെന്റെ ഹോബിയാ സാറേ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ? പടച്ചോനൊക്കെ പോയി, ഇപ്പൊ കൊട്ടംകുളങ്ങളുടെ അമ്മയായി. കൊല്ലംകാരോടാണ് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ നിങ്ങൾ ഈ ഒരു വ്യക്തിയിലൂടെ, നിങ്ങളെ ക്ഷേത്രത്തിന്റെ മഹിമ കളങ്കപ്പെടുത്തി ഈ ഒരു വ്യക്തിയിലൂടെ നിങ്ങള് ഇങ്ങനെയൊക്കെ മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ അങ്ങനെ പറഞ്ഞതായി ഏത് തെണ്ടിയാണ് നേരത്തോട് പറഞ്ഞത്? നന്ദിയേട്ടവന്മാരെ എല്ലാരും കൂടെ ശവത്തി കുത്താം. പിന്നെ ഇവരെന്താ പറഞ്ഞത്? ഹോർമോൺ ട്രീറ്റ്മെന്റ് നല്ലല്ലോ നീ അവിടെ നിന്ന് പറഞ്ഞത്. അതെ, അതങ്ങനെ സംഭവിച്ചു പോയി. നീ ഒരു സ്ത്രീയായി മാറിയ ആളാണെന്നാണ്. വെക്കാം, നമുക്കത് കേൾക്കാം. ബഹുമാനപ്പെട്ട DGPയോട് എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ്, ഇവൻ കള്ളനാണ്. കാട്ടുകളെ ഞാനൊരു സ്ത്രീയായി മാറിയ ആളാണ്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. നിനക്കിത് മതിയായില്ലേ? വായിൽ നല്ല നോണയൊന്നും വന്നില്ല. സ്ത്രീയായി മാറിയ ആളാണ്, സ്ത്രീയായി മാറിയ ആളാണ്. ഹോർമോൺ ടാബ്ലറ്റ് നല്ലല്ലോ പണഞ്ഞത്. അച്ചോടാ, ഇതൊക്കെ ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഭയങ്കരം തന്നെ. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.